ഹലോ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വീഡിയോ കേട്ടോ, ആരും മിസ് ചെയ്യരുത്. കാരണം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു 3-4 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത്. കാരണം എനിക്ക് ഇത് സ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ സ്ത്രീകൾക്കും മാസത്തിൽ ഒരു 7 ദിവസം വളരെ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്. മാനസികമായിട്ടായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു ദിവസം. ക്യാമറ ഇവിടെയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇവിടെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ക്യാമറയിൽ തന്നെ നോക്കാൻ വരില്ല, ചിലപ്പോൾ മുന്നിൽ നോക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വളരെ മോശം മാസങ്ങളാണ് കേട്ടോ എനിക്ക്. പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റാത്ത വയറുവേദനയാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ കൂടെ മറ്റിടങ്ങറുകൾ, ചൊറിച്ചിൽ, അതിൻ്റെ ഇടങ്ങേറ്, പിന്നെ ഈ വയറുവേദന എടുത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പാഡ് മാറ്റൽ, അല്ലെങ്കിൽ തുണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് പോയി വൃത്തിയാക്കൽ, കഴുകൽ, അത് ഭയങ്കര പറ്റാത്ത. കാരണം നിവർന്ന് നിൽക്കാൻ വരെ പറ്റില്ല നമുക്കല്ലാതെ. വേറെ ആൾക്കും നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ അത്രത്തോളം പറ്റില്ലല്ലോ. അതും 1 മാസം 2 മാസം അല്ലല്ലോ, എല്ലാ മാസം നമ്മൾ തന്നെ സഹിക്കണം, വേദന സഹിക്കണം, അതിൻ്റെ കൂടി ഇത് ക്ലീൻ ചെയ്യണം. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ വരെ പറ്റില്ല കേട്ടോ. അമ്മാതിരി വേദനയായിരിക്കും. ഗുളിക കുടിച്ചാലാണ് പിന്നെ കുറച്ച് ആശ്വാസം കിട്ടുക. വേറെ എന്ത് ചെയ്തിട്ട് ഒരു പൊടിക്കൈകൾ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഈ പാഡ് മാറ്റുക എന്നുള്ളത്. നിവർത്തി നിന്നിട്ട് വേണ്ടേ പാഡ് മാറ്റാൻ. പക്ഷേ നല്ല ഹെവി ഫ്ലോ ആയിരിക്കും എനിക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും 3 ദിവസം എനിക്ക് നന്നായിട്ട് ഹെവി ഫ്ലോ ആയിരിക്കും. അതിൻ്റെ കൂടെ നല്ല വേദനയായിരിക്കും. ഊരവേദന, കാലുവേദനയൊക്കെ ഒരാഴ്ച മുമ്പേ തുടങ്ങും. പിന്നെ വയറുവേദനയാണ് ഈ 3 ദിവസം. ഒരു ദിവസം ഫുൾ വയറുവേദന ആയിരിക്കും, 2ാമത്തെ ദിവസം ആകുമ്പോൾ ഊരവേദനയും വയറുവേദനയും കൂടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാവും, ഫുൾ ഡേ ഉണ്ടാവും. അപ്പോൾ അതിനെനിക്ക് ഒരു സൊല്യൂഷനേ ഉണ്ടായിരുന്നില്ല. ഗുളിക കുടിച്ചിട്ട് എനിക്ക് ക്ലീൻ ചെയ്യുക, ഇതാക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ അല്ലാതെ കിടന്നിടത്ത് കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഭക്ഷണമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് നമ്മൾ പാഡ് മാറ്റലും മറ്റു കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും വർഷം എൻ്റെ ഈ ഒരു വയസ്സ് വരെ, എനിക്ക് പീരീഡ്സ് ആയി ഈ ഒരു വയസ്സ് വരെ ഞാൻ ഒന്നില്ലെങ്കിൽ പാഡ് അല്ലെങ്കിൽ തുണിയൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പാഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പാഡൊക്കെ വാങ്ങിയിട്ട് തുണിയും പാഡും കൂടെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ഫ്ലോ ആകുമ്പോൾ എനിക്ക് 2 ദിവസം കൊണ്ട് ഒരു പാഡ് തീരും. പിന്നെ 3-ാമത്തെ ദിവസം നമ്മൾ പുതിയ ഒരു പാക്കറ്റ് പാഡ് എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യണം. അത്രക്കും നല്ല ഹെവി ഫ്ലോ ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ പോകുന്നത്. പക്ഷേ അതൊരു 3 ദിവസമേ ഉണ്ടാവുള്ളൂ. 3 ദിവസം, 4-ാമത്തെ ദിവസം തൊട്ട് ചെറുതായിട്ടൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ദിവസങ്ങളിൽ പാഡ് വാങ്ങി നമ്മൾ എന്താകും, ഭ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ തുണി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തുണി ക്ലീൻ ചെയ്യാനുള്ള പാട് എന്ന് പറഞ്ഞാൽ എനിക്കും വരെ പറ്റാത്ത നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും വലിയ പാടാണ്. സോ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ കേട്ടു. പിന്നെ നമ്മൾ പാഡിന് പകരം ഉപയോഗിക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഉപയോഗിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരാൾ ഇത് യൂസ് ചെയ്യും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെ അത്ര പോലും കുറച്ച് മോഡേൺ ചിന്താഗതിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് കേട്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര അതിശയമായിരുന്നു. കാരണം അവർക്ക് അത്ര കംഫർട്ടബിൾ ആണ്. ഞാനിങ്ങനെ എൻ്റെ വേദനയെ പറ്റി പറഞ്ഞപ്പോൾ ആളുടെ വേദനയെ പറ്റിയും പറഞ്ഞു. വേദനയും പോരാത്തിന് ബുദ്ധിമുട്ടും അത് നമുക്കാരും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുടെ ഹസ്ബൻഡ് ഒരു ഉസ്താദാണ്. സോ പുള്ളിക്കാരനാണ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കൊടുത്തത്. ആൾ എന്നോട് പറഞ്ഞു, നീയും ഇതേപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞു വേദനയൊക്കെ സഹിക്കാം, പക്ഷേ അതിൻ്റെ കൂടെ ഈ ക്ലീൻ ചെയ്യാനുള്ള പോക്ക് എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം, നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് നോക്ക്, ഇത് നിനക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താക്കി, ഓക്കെ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം അതിന് മുമ്പ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്ത് നോക്ക്, നല്ലതാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി എനിക്ക് സജസ്റ്റ് ചെയ്ത് അത്ര കോൺഫിഡൻറ്റോടെ നീ ഇത് ഉപയോഗിച്ച് നോക്കി, ഇത് നിനക്ക് സെറ്റ് ആവും എന്ന് അത്രയും കോൺഫിഡൻറ്റോടെ പറഞ്ഞിട്ടില്ല എന്നോട് ആരും കേട്ടോ. ഉപയോഗിച്ച റിവ്യൂസൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് എനിക്ക് അറിയുന്ന കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ തോന്നിയിട്ടില്ല, ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഉപയോഗിക്കാം. കാരണം ഞാൻ പുള്ളിക്കാരി ജീവിതത്തിൽ ഇത് ഉപയോഗിക്കും ഞാൻ വിചാരിച്ചാണല്ലോ. പക്ഷേ ആൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കും ഇത് പറ്റുമെന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ ഞാനിത് വാങ്ങി ഇത് ഉപയോഗിച്ച് മക്കളെ. വേദന ഉണ്ട്. വേദന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്ര ഉണ്ട് വെച്ചാലില്ല, ആദ്യത്തെ വെച്ച് കുറവുണ്ട്. വേദന ഇത് തമ്മിൽ നമുക്ക് ബന്ധമുണ്ടോ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ വേദന എടുത്ത് നമ്മൾ കിടക്കുകയാണെങ്കിൽ കിടന്നാൽ മതി. ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 3-4 മണിക്കൂറത്തേക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത് എന്താ പറയുക, ജസ്റ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ എടുത്ത് വെച്ചെടുത്ത് നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസവും നമ്മൾ നോർമൽ പൈപ്പ് വെള്ളത്തിൽ കഴുകുന്നു, വീണ്ടും വെക്കുന്നു. അതന്നെ കുളിക്കുമ്പോഴൊക്കെ കഴുകുന്നു, നമ്മൾ വീണ്ടും വെക്കുന്നു. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടില്ല, ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടില്ല, പിന്നെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു സംഭവം കൊണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുന്നതിനനുസരിച്ച് തീർത്തിയാക്കാവുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഒരു 400 ആ ഒരു അത്രയും വിലയായി. അപ്പം ഇതിന് 10 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. 10 വർഷത്തേക്ക് ഇത് ഉപയോഗിക്കാം. 399 കേട്ടോ 400. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. 12 ഹവേഴ്സാണ് ഇവർ പറയുന്നത്. 12 മണിക്കൂർ നമുക്കിത് വെക്കാം എന്നാണ് പറയുന്നത്. യെസ്, വെക്കായിരിക്കും. ഞാനിത് ഒരു 3-4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാറ്റലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, യൂസ് അപ് ടു 10 ഇയേഴ്സ്, 10 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവം. ഇത് എന്താ പറയുക, പ്രസവത്തിന് മുമ്പുള്ള ഗേൾസിന് എത്രത്തോളം ഇതാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രസവം കഴിഞ്ഞവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം
ഞാനിതൊട്ടും എനിക്ക് സ്യൂട്ട് ആവുമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 4 മാസമായിട്ട് പീരീഡ്സ് വരുന്നു, നമ്മൾ ഇത് വെക്കുന്നു, ഇതുകൊണ്ട് ക്ലീൻ ചെയ്ത് പിന്നെയും യൂസ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം, നടക്കാം. പീരീഡ്സ് ആണെന്നുള്ളത് ചില സമയം മറന്നേ പോകും. ഞാൻ പാൻറ്റീസ് ഉപയോഗിക്കാതെ ഇത് വെച്ച് നോക്കിയിട്ടുണ്ട്, എനിക്ക് ലീക്കില്ലായിരുന്നു. പക്ഷേ കറക്റ്റ് വെക്കണം. പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് ലോങ് പോയപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കഴുകാനുള്ള വെള്ളം വേണം. പിന്നെ അഥവാ ഒരു ടെൻഷൻ നമുക്കുണ്ടെങ്കിൽ ഞാൻ പാഡ് വെച്ചിട്ടാണ് ലോങ് പോയപ്പോൾ ഇത് വെച്ചത്. പാഡും വെച്ചു, ഇതും വെച്ചു. അഥവാ അതിന് ലീക്ക് ഉണ്ട്, പക്ഷേ എനിക്ക് ഒരു ലീക്ക് ഉണ്ടായിരുന്നില്ല, കാരണം കറക്റ്റായിരുന്നു വെച്ചത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ. വേദന മാത്രം നമ്മൾ നോക്കിയാൽ മതി. വേദന എടുത്ത് നമ്മളൊരു മൂലക്ക് കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇടയ്ക്കിടയ്ക്ക് പോയി മാറ്റേണ്ട ഒന്നും. അപ്പോൾ എല്ലാവരും, ഞാനിത് ഏതാ കമ്പനി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ നല്ലത് നോക്കി വാങ്ങിയിട്ട് ഒരു മെൻസ്ട്രൽ കപ്പാണ് നമുക്ക് പീരീഡ്സിന് നമ്മൾ എത്രത്തോളം പാഡിനൊക്കെ സത്യം പറഞ്ഞാൽ പൈസ കളയുന്നുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, ലീക്കാവുക, പിന്നെ നമുക്ക് ചൊറിച്ചിൽ. എനിക്ക് ഭയങ്കര ഇടങ്ങേറുകളായിരുന്നു പാഡൊക്കെ വെക്കുന്ന സമയത്ത്. എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങനെ മുറിയും ചൊറിച്ചിൽ വരും, വേദനയും, അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇടങ്ങേറുകളൊക്കെ കൂടെ എല്ലാത്തിനും കൂടെ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിട്ടോ.